5 മീറ്റർ നീളം, ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ എസ്റ്റിമേറ്റ് പ്രൈസ്. അത് അത്രയും പ്രൈസ് വരുന്ന ഒരു ഗേറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടാറ്റയുടെ GI പൈപ്പ്, 5mm ലേസർ കട്ടഡ് പെർഫുലേറ്റഡ് ഷീറ്റ്, അങ്ങനെ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഗേറ്റ് ചെയ്യുന്നുണ്ടോ. സാധാരണ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ച് സേഫായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെൽഡ് ചെയ്ത സമയത്ത് പലപ്പോഴും ഈ ഒരു ഭാഗം നമുക്ക് വലിയ സ്ട്രോങ് ഒന്നും ഉണ്ടാവില്ല, ഇതെല്ലാം ഷീറ്റാണ് വരിക. അപ്പോൾ നമ്മൾ എത്ര വെൽഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാൽ ആ വെൽഡിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ അധിക ഭാഗം പോയി. അപ്പോൾ വെൽഡിങ്ങിന് സ്ട്രെങ്ത്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. വെൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ വേറെ തന്നെ ഒരു ഹൈഡ്രോളിക് പ്രസ് വെച്ചിട്ട് പൊട്ടിക്കുന്ന ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അത്രത്തോളം സ്ട്രെങ്ത്ത് ഉണ്ടെന്നുള്ള ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിലെ അകത്തേക്ക് ആംഗ്ലർ ഇങ്ങനെ സെറ്റാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത്ത് കിട്ടും. ഈ വെൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിന് പുറമെ നമ്മുടെ ഈ ഒരു ഭാഗത്തും കൂടി പിടുത്തം വരുന്നതുകൊണ്ട് നമ്മൾ വെൽഡിങ് ക്രാക്ക് ആവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇത് ഹ്യൂജ് ലെങ്ത്തുണ്ട്, ഏകദേശം 5 മീറ്ററിലധികം ലെങ്ത്ത് വരുന്നത്, 5.1 മീറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇത്രയും ലെങ്ത്ത് ഹാങ് ആവാതെ നിൽക്കണം, ബെൻഡാവാതെ കിട്ടണം. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും രീതിയിലൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വെൽഡ് ചെയ്ത് ഇതിൻ്റെ ഫ്രെയിം ആക്കുന്ന ഭാഗങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ MS ആംഗിൾ നമ്മൾ ആ ഒരു പൈപ്പിലേക്ക് വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടി പോയി. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കറക്റ്റ് 90 കിട്ടും. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തും കറക്റ്റ് ആ ഒരു ആംഗിൾ വരുന്ന വിധത്തിൽ കാറ്റിയാൽ തന്നെ കറക്റ്റ് 90 ഡിഗ്രി ആയി. ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് വെൽഡ് ചെയ്ത് പോയാൽ മതി. വെൽഡിങ്ങിൻ്റെ ഭാഗമൊന്നും അധികം ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ പെർഫുലേറ്റഡ് ഷീറ്റ്. 5mm തിക്നെസ് ഉണ്ട്. ഇത് ലേസർ കട്ടിങ് ചാർജ് അടക്കം 650 രൂപ ഒരു സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ ഒരു അളവിൽ വരുന്ന സമയത്ത് ഏകദേശം 43 സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ ഇതിന് മാത്രം നമുക്ക് വരുന്ന ചാർജ് 30,000 രൂപയ്ക്ക് അടുപ്പിച്ച് വരും. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൽ നമ്മൾ പൗഡർ കോട്ടാണ് ചെയ്തിട്ടുള്ളത്. പൗഡർ കോട്ടിൻ്റെ ചാർജ് 6,000 രൂപ വരും. അതിൻ്റെ ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 36-37 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഷീറ്റിൻ്റെ പ്രൈസ് മാത്രം വരും. അപ്പോൾ ഷീറ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൂടാണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെക്ക് വുഡാണ്. ഡെക്ക് വുഡിൻ്റെ പ്രൈസ് വരുന്നത് ഒരു പീസിന് 12 ഫീറ്റുള്ളതാണ് വരുന്നത്. ഒരു പീസിന് 2,700 രൂപ വരുന്നുണ്ട്. 1 ഇഞ്ച് തിക്നെസ് ഉള്ള ഡെക്ക് വുഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതിനെ വാങ്ങിയുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് കൂട്ടാനുള്ള മെയിൻ സംഭവങ്ങൾ വന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ആക്സറീസ് ഒക്കെ വാങ്ങണം. അത്ര ഏകദേശം 1 ലക്ഷം രൂപയോളം നമ്മൾ ഇതിനായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് സ്റ്റീലിൻ്റെതാണ് നമ്മൾ ആ ഒരു ടഫ്ലോം വീല് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ആംഗിള്, അതുപോലെ തന്നെ ഫ്ലാറ്റ്, സ്ക്രൂ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം നമുക്ക് ഇതിന് മാത്രം ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിൽ വരും. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു ഷീറ്റിൻ്റെ ഗ്യാപ്പ് 2 ഫീറ്റ് വരുന്നത്, അതായത് 60 സെൻറ്റിമീറ്റർ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു ഫ്രെയിം കൂടി ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്രെയിം ചെയ്തതിൻ്റെ താഴത്തെ ഭാഗം കംപ്ലീറ്റ് ഡെക്ക് വുഡ് വെച്ച് കൊടുക്കും. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിമിന് കണക്കായിട്ടുള്ള ആ ഒരു പൈപ്പ് വെൽഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഷീറ്റിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഏതായാലും അളവ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നില്ല. അളവ് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാൻ സാധ്യതയുണ്ട്. ഓൾറെഡി കട്ട് ചെയ്ത് വന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഷീറ്റ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് കണക്കാക്കി വെച്ച് ട്രൈ സ്കോർ വെച്ചതിന് ശേഷം ഈ ഒരു ലെവൽ കണക്കാക്കിയിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ടാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷീറ്റ് 60 സെൻറ്റിമീറ്ററിൽ മുറിക്കാൻ കാരണം ഇത് 120 സെൻറ്റിമീറ്ററിലാണ് കൂടുതലും ഇതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് കുറയും. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം വരുന്നത് 8 ഫീറ്റിലാണ് വരുന്നത്. അപ്പോൾ അതും നമ്മൾ നേരെ ഡബിൾ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഷീറ്റിൻ്റെ നീളവും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റേജ് ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ്റെ ഒരു പൈപ്പ് ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പോൾ പെർഫുലേറ്റഡ് ഷീറ്റിൻ്റെ തിക്നെസ് നമ്മൾ ഡെപ്ത് ഗേജിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഡെപ്ത് ഗേജിൽ ഇതിൻ്റെ ഹൈറ്റ് സെയിം ആവുന്ന വിധത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 14 mm പൈപ്പ് നമ്മളിവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി പോയത്. 14 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 14 ആയിരിക്കില്ല, 14, 15 സൈസിലുണ്ടാവില്ലേ. അപ്പോൾ ഏതായാലും ഇതിങ്ങനെ സൈഡ് കണക്കാക്കി ആ ഒരു തിക്നെസ് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് വെൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും നമുക്കിനിപ്പോൾ ആ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ പൈപ്പ് നീളം മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് അടിക്കുന്നതാണ്. അകത്തേത്
ഒന്ന് റിജിഡായിട്ട് വെൽഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയും. അപ്പോൾ ഈ ഒരു പൈപ്പിന് നമുക്ക് പിന്നീട് പെയിൻ്റ് അടിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ പെർഫുലേറ്റഡ് ഷീറ്റ് ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് കവറാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോക്സി പ്രൈമർ ഒന്ന് ആദ്യം അതിന് മാത്രം അടിച്ചു വിടുന്നുണ്ട്. കംപ്ലീറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി. അത് മാത്രം ഒന്ന് അടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ അപ്പോക്സി അടിച്ചു കഴിഞ്ഞു. നമ്മളിനിപ്പോൾ ഡെക്ക് വുഡ് വെക്കേണ്ട ഫ്ലാറ്റ് അടിക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഫ്ലാറ്റിന് നമുക്ക് ഡെക്ക് വുഡിൻ്റെ വീതി കണക്കാക്കിയിട്ട് ഹോളൊക്കെ അടിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൻഡാവാണ്ട് നിൽക്കാൻ വേണ്ടി നടുക്ക് ഒരു പീസ് ഇങ്ങനെ നമ്മൾ അതേ അളവിലുള്ള രണ്ട് എൻഡിലും അളവെടുത്തിട്ട് സെൻറ്ററിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലാറ്റ് അടിക്കുന്ന സമയത്തെല്ലാം ചുരുങ്ങിപ്പോവും, പിന്നീട് പണിയായി പോകും. അപ്പോൾ ഇതൊക്കെ അടിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ടിപ്പ് കാണിച്ചു തരാം. നമ്മൾ സാധാരണയായിട്ട് അപ്പോക്സി അടിച്ച ബ്രഷ് കളയേണ്ടി വരലുണ്ട്. തിന്നർ ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് ക്ലീനായി കിട്ടൂല. അല്ലെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ വെച്ചാൽ തന്നെ ബ്രഷ് കട്ടിയായി പോകും. അപ്പോൾ കട്ടിയാവാണ്ട് നിൽക്കാൻ വേണ്ടി നമ്മളെ പച്ച വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. 6 മാസം കഴിഞ്ഞാലും നമുക്കൊന്നും സംഭവിക്കില്ല. പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ ബ്രഷിന് ആ നാരുള്ള ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും ഫ്ലാറ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് ഡെക്ക് വുഡ്. ഡെക്ക് വുഡിൻ്റെ തിക്നെസ് നമ്മൾ ഡെപ്ത് ഗേജിൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു പ്ലേ കൂടി കൊടുക്കണം. എന്തായാലും കറക്റ്റ് അളവെടുത്താൽ ശരിയാവില്ല. ചില സമയത്ത് ബെൻഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടി പോകും. അപ്പോൾ ഒരു ചെറിയൊരു പ്ലേയും കൂടി വെച്ചിട്ട് നമ്മൾ ഫ്ലാറ്റ് അടിക്കാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ഫ്ലാറ്റെല്ലാം അടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെർഫ്ലാറ്റഡ് ഷീറ്റ് അടിക്കാൻ വേണ്ടി പോയാണ്. നമ്മൾ നേരത്തെ അടിച്ച ആ ഒരു സ്റ്റെപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഷീറ്റ് ബാക്കിലും ഫ്രണ്ടിലും അടിച്ച് ഈ ഭാഗമൊക്കെ ഗ്രൈൻഡ് ചെയ്തെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗ്യാപ്പിലൊക്കെ പുട്ടിയിട്ട് കൊടുക്കുക. പുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ മെറ്റൽ ഉപയോഗിക്കുന്ന NC പുട്ടി അല്ലെങ്കിൽ മെറ്റൽ പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഏത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ 2 പാർട്ടായിട്ട് വരുന്ന മിക്സ് ചെയ്തിട്ട് ഹാർഡനർ ഉള്ളത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ശരിക്കും ഫില്ലാക്കിയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ബെയറിങ് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ബോൾട്ട് ടൈപ്പ് വീലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്ന 3 ഇഞ്ച് ബോൾ ബെയറിങ് ടൈപ്പ്. അപ്പോൾ ഇതിൻ്റെ ബെയറിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൾട്ട് അയച്ച് മാറ്റിയിട്ട് ഈസി ആയിട്ട് തന്നെ മാറ്റാൻ വേണ്ടി പറ്റും. ഇത് തന്നെ ഫ്ലാറ്റിൽ ഉറപ്പിച്ച് നിർത്തിയ ടൈപ്പും വരുന്നുണ്ട്. അതാകുമ്പോൾ അഴിച്ച് മാറ്റണമെങ്കിൽ ഒരു വെൽഡറോ അല്ലെങ്കിൽ ടെക്നീഷ്യനോ എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടി വരും. ഈ ഒരു കേസിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് അയച്ച് മാറ്റി ഒരു വീലിൻ്റെ മാറ്റിയതിന് ശേഷം പിന്നീട് അടുത്തത് ചെയ്ത് അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈസി ആയിട്ട്. അപ്പോൾ നമ്മൾ 4 വീലാണ് ഇതിന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്ലാറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് ഫ്ലാറ്റ് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഇഞ്ച് വീലാണ് വരിക. അപ്പോൾ 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 70 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് മാക്സിമം പോയ ഒരു 35 സെൻറ്റിമീറ്റർ വരിക. അതിന് അടിയിലേക്ക് ഒരു 6 mm ഗ്യാപ്പ് കൂടി ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫ്ലാറ്റിന് ഹോൾ അടിച്ചെടുക്കാൻ. അപ്പോൾ 8 ഫ്ലാറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. 8ഉം കൂടി ഒരുമിച്ച് ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്ത് വെൽഡ് അടിച്ചിട്ട് പ്രൂവ് ആയിട്ട് ഹോൾ അടിക്കും. അതിനുശേഷം ഇത് കർവായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അടിഭാഗം നല്ല ഫ്ലാറ്റാക്കി ഒരേ അളവിലാക്കി എടുക്കണം. അപ്പോൾ ഏതായാലും ഇതിന് ഹോൾ അടിക്കുന്നതാണ്. അപ്പോൾ ഫ്ലാറ്റ് എല്ലാം ഒരേ അളവാക്കി വെച്ചിട്ടുണ്ട്. ബെഞ്ച് വൈസ് പിടിച്ച് സെറ്റാക്കിയിട്ടുള്ള.
അപ്പോൾ ഹോൾ അടിക്കാൻ വേണ്ടി പോയത് 12 mm ഹോൾ എടുക്കുന്നത്. ഞാനിപ്പോൾ ഏറ്റവും വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം 12 mm പിന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീല് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയെന്ന് 4 എണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ എൻഡിലും അപ്പുറത്തെ എൻഡിലും ഓരോന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ 2 എൻഡിലേക്കായിട്ട് ചരട് വെച്ചിട്ട് ടോപ്പ് ലെവൽ കണക്കാക്കിയിട്ട് വേണം വെൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഹൈറ്റിൽ വേരിയേഷൻ വന്നു. അപ്പോൾ അപ്പുറത്തെ എൻഡിലൊന്ന് അടിച്ചിട്ടുണ്ട്, നേരെ ഇങ്ങേ എൻഡിലൊന്ന് അടിക്കുക. ടോപ്പിൽ ചരട് കിട്ടുക, ഈ സൈഡിലും ചരട് കിട്ടിയിട്ട് വേണം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അടിയിൽ റെയിലിൻ്റെ ഇതെല്ലാം മാറിപ്പോവും. ഈ വീലിൻ്റെ മുകളിലേക്ക് ചരട് കെട്ടിയിട്ടുണ്ട്, നേരെ അപ്പുറത്തെ എൻഡിലേക്കും കെട്ടി കൊടുക്കും. അപ്പോൾ ചരട് കെട്ടിയിട്ടുണ്ട്, ഇനി ആ സെൻറ്റർ കണക്കാക്കി വെച്ചിട്ട് ഓരോന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ വീലെല്ലാം സെറ്റാക്കി. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് വെൽഡ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് പുട്ടിയിട്ട് പെയിന്റ് അടിക്കാണ്ട്. പെയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൈമർ അടിക്കുന്നുള്ളൂ. പ്രൈമറിൽ നമ്മൾ അപ്പോക്സി അടിച്ചു കൊടുക്കും, അപ്പോക്സി കംപ്ലീറ്റ് അടിക്കുന്നത്. ഇതിൽ നമ്മൾ ബാക്കിയുള്ള ഫിനിഷിങ് ഫൈനൽ കോട്ട് അടിക്കാൻ ഉദ്ദേശിച്ചിന്. അപ്പോൾ സ്പ്രേ പെയിന്റ് കൂടി അടിച്ചിട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ അത് നമ്മൾ ഏതായാലും ക്യാൻസലാക്കി. കാരണം അവിടെ നമുക്ക് ഇതിൻ്റെ ഇന്റർലോക്കിൻ്റെ വർക്ക്, അത് സ്റ്റോൺ ഇടേണ്ട വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു സമയത്ത് എന്തായാലും പൊടിവാരി പിടിക്കും. പിന്നെ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് താമസം പിടിക്കും. സ്ട്രക്ചറൽ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ, വീടിൻ്റെ പണി പൂർത്തിയായില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് ക്യാൻസലാക്കിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മളൊരു വിക്കറ്റ് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയൊരു ഗേറ്റ്, അതും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെക്കൂട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഡെക്കൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ നീളമൊക്കെ ഇവിടുന്ന് മുറിച്ചെല്ലാം സെറ്റാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് ഫിറ്റ് ആക്കുക. അപ്പോൾ ഇത്രയും വർക്കാണ് എനിക്ക് കാര്യമായിട്ട് പെൻഡിങ് ഉള്ളത്. പിന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്ത സമയത്ത് ഇതിൻ്റെ താഴെ വെക്കുന്ന ട്രാക്ക് കാര്യങ്ങൾ അത് എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളതെല്ലാം ആ വീഡിയോയിൽ കാണാം. വിക്കറ്റ് ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ കാണാം ഏതായാലും. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.